സഹൃദയരെ, ഞാൻ DS ഏറെ കണ്ടു. പ്രണവിന്റെ കുറച്ച് ലേറ്റായെന്ന് എനിക്കറിയാം. ബട്ട് ഞാൻ എൻ്റെ ഒരു ഡിഫറെന്റ് ഒപ്പീനിയൻ പറഞ്ഞോട്ടെ. എനിക്ക് എന്താണെന്ന് അറിയില്ല ഗൈസ്, ഈ പടം ഈസ് ലൈക്ക് എക്സലന്റ് ആൻഡ് നല്ല മേക്കിംഗ് ആണ്. പക്ഷേ ഇതുവരെ ഞാൻ ഇതിന്റെ ഡയറക്ടറിന്റെ കണ്ടിട്ടുള്ള സിനിമകൾ 4 സിനിമകൾ, റെഡ് റെയിൻ, ഭൂതകാലം, ഭ്രമയുഗം, ദീപ DS ഏറെ. ഈ സിനിമകളിൽ എൻ്റെ ബെഞ്ച് മാർക്ക് എപ്പോഴും ഭ്രമയുഗമാണ് ഞാൻ ആ ടോപ്പ് ലെവലിൽ കാണുന്ന സിനിമ. പക്ക പടമാണ്. ഇതിന് മുന്നേ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നെയാണ് ആക്ച്വലി റെഡ് റെയിൻ കണ്ടത്. അന്ന് കാണിച്ച ആ ഒരു എന്താ പറയുക, അതിലൊരു ഏലിയന്റെ രൂപവും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ VFX ചെയ്തേക്കുന്നതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ അയാളുടെ ഒരു ബജറ്റ് വെച്ച് ചെയ്തേക്കുന്ന നല്ലതാണ്. പക്ഷെ നല്ല കഥയായിരുന്നു കേട്ടോ. അത് ശ്രദ്ധിക്കാതെ പോയി. ആ പടം പിന്നീട് ചർച്ചയാക്കപ്പെട്ടിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട് ആ പടം ആക്ച്വലി കണ്ടിട്ട് എടുത്തതിന് ശേഷം പിന്നെ ആരും അയാൾക്ക് സിനിമ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞു. സോ ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ പടം പ്രേമയുഗം കഴിഞ്ഞിട്ടും ഭൂതകാലം കഴിഞ്ഞിട്ട് മാത്രമേ ഡേസ് ഇറ എന്നുള്ള സിനിമ എന്റെ മനസ്സിൽ സ്ഥാനത്തിലുള്ളൂ കേട്ടോ. മോശം സിനിമയല്ല, നല്ല സിനിമയാണ്. പക്ഷേ എനിക്ക് ജംസ് കേസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നെ ഭയപ്പെടുത്തുന്നില്ല. അത് എന്റെ ഒരു പ്രശ്നമാണോ, എന്നെ പോലെ ഒരുപാട് പേരുണ്ടോന്ന് അറിയില്ല. ഞാൻ ആ സിനിമ നമുക്ക് പേടിക്കാൻ പറ്റാത്തൊരു സിനിമ, ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന്, കോമഡി പടമാണെങ്കിൽ നമുക്ക് ചിരിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നാണ് അർത്ഥം. ഇതിലൊരു ഭയം എന്ന് പറയുന്ന എലമെന്റ് കൊണ്ടുവരുമ്പോൾ എനിക്കിതിൽ ഭയം വരുന്നില്ല. അത് ഐ ഡോണ്ട് നോ. ബട്ട് സൗണ്ട് എഫക്ട്സ് ഒക്കെ ഭയങ്കര പൊളിയാണ് കേട്ടോ. സിനിമയുടെ സൗണ്ട് എഫക്ട്സ് ഡിപ്പാർട്ട്മെന്റ്, ഞാൻ എന്റെ ടെക്നിക്കൽ സൈഡോ വിഷ്വൽ സൈഡോ ഒന്നും പറഞ്ഞില്ല. എല്ലാം നല്ല കൺവിൻസിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സിഗ്നിഫിക്കന്റ്ലി ഇംപ്രൂവ് ആയിട്ടുള്ള ഒരു അഭിനയം നമ്മൾ പ്രണവ് മോഹൻലാലിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പോസ്റ്ററൊക്കെ ഉണ്ടാക്കുന്ന ഒരു മച്ചാനല്ലേ, പുള്ളിയുടെ ആ ഒരു സീനുണ്ട്. പുള്ളി അത് നന്നായിട്ടുണ്ട്. അതിലൊരു സീനുണ്ട്, ഒരു നമുക്കൊരു ഇച്ചിരി ഒരു ഭയം, ലൈക്ക് നമുക്ക് ഹ്യൂമൻ ബോണോ അല്ലെങ്കിൽ ഹ്യൂമൻ ഫ്ലഷ് ഒക്കെ ഒടിഞ്ഞു വെച്ചാൽ നമുക്ക് കാണുമ്പോൾ നമുക്കൊരു സാധനം ഉണ്ടാവൂലേ. ആ ഒരു സാധനങ്ങളൊക്കെ ചെയ്തേക്കുന്നതൊക്കെ നല്ലതാണ്. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഭയങ്കര അടിപൊളിയാണ്. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഇസ് ലൈക്ക് ഇവരുടെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ്, ഇദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീമിൽ ഇയാളുടെ വർക്ക് ചെയ്യുന്ന ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. പ്രേമയുഗത്തിൽ നമ്മൾ കണ്ടാണ് ഒരു കൊട്ടാരം തന്നെ മാറ്റി കളഞ്ഞത്. സോ ആ തരത്തിൽ ഈ സിനിമയെല്ലാം വളരെ നന്നായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ആസ്വാദന നിലവാരത്തിൽ എനിക്ക് അതിനെ ആസ്വദിക്കാൻ പറ്റുന്നില്ല. അത് എന്റെ പ്രശ്നമാണോ, ഇനി എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടോ, ആരെങ്കിലും ഉണ്ടല്ലോ ഒന്ന് കമന്റ് ചെയ്യണം. എന്നെ ഈ പടം ഭയപ്പെടുത്തിയില്ല. പക്ഷെ ഒരു നല്ല സിനിമയാണ്, നല്ലൊരു എന്റർടൈൻമെന്റ് ആണ്. ഒരുപാട് ഇംഗ്ലീഷ് മൂവീസ് കണ്ടുകൊണ്ടായിരിക്കാം എനിക്കിത് പലതും കണ്ടിട്ടുള്ള റിപ്പീറ്റീവ് ആയിട്ട് എനിക്ക് തോന്നി. ഇതിലൊരു പ്രേതത്തിന്റെ ഒരു ഫിഗർ കാണിക്കുന്നുണ്ട്, ഒരു ഹൈറ്റ് ഉള്ള ഒരു, ലൈക്ക് ഞാൻ ചുമ്മാ സ്പോയിലർ അല്ല, ഏതായാലും പറയുകയാണ്, ഒരു സാധനം കാണിക്കുന്നുണ്ട്. ഞാൻ വളരെ റീസെന്റ് ആയിട്ട് അതേപോലത്തെ ഒരു സാധനം നമ്മുടെ കോഞ്ചറിങ്ങിന്റെ അവസാനത്തെ ഇതിനകത്ത് കണ്ട പോലെ എനിക്കൊരു വൈബ് അടിച്ചു. പ്രേതങ്ങൾ നമുക്ക് അങ്ങനെ കാണിക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യം. പുതിയൊരു പ്രേതത്തിന് എങ്ങനെ കാണിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കണ്ടു മടുത്തതൊക്കെ തന്നെയാണ്, വേറൊരു സാധനം കാണിക്കുകയല്ല. പക്ഷെ ഭ്രമയുഗം ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആയിരുന്നു. അതിൽ കണ്ട ആ ചാത്തനും അതിന്റെ രീതിയും മേക്കിംഗ്, അവസാനം ആ ചാത്തൻ വന്നതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സാധനമായിരുന്നു. ഭൂതകാലം വാസ് ആൾസോ ആക്ച്വലി നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് DS ഏറെ എനിക്ക് അനുഭവപ്പെട്ടത്. പക്ഷെ ഒരു മോശം സിനിമയല്ല, നല്ലൊരു സിനിമ തന്നെയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എല്ലാവരും കിട്ടും. നല്ല സൗണ്ട് എഫക്ട്സും വിഷ്വൽ ക്വാളിറ്റിയൊക്കെ ഉള്ള പടമാണ്. പ്ലസ് ഒരു കാര്യം കൂടി ഞാൻ ആഡ് ഓൺ ചെയ്തോട്ടെ, ദയവേത് പ്രേത സിനിമയ്ക്ക് കൊച്ചു പിള്ളേരെയും കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് വരരുതേ. ഭയങ്കര ശല്യമാണവർ, സത്യമായിട്ടും പറയാതിരിക്കാൻ വയ്യ.